നമസ്കാരം. മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ജനപ്രിയ നടൻ സലിംകുമാർ യാത്രയാകുന്നു. ഹാസ്യ നടനായും സ്വഭാവ നടനായും വെള്ളിത്തിരയിൽ തിളങ്ങിയ അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തിനും ആരാധകർക്കും വലിയൊരു നഷ്ടമാണ്. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും നിലപാടുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു കാലത്ത് തീവ്രമായ യുക്തിവാദ ചിന്താഗതി പുലർത്തുകയും പിന്നീട് പ്രശസ്ത ആത്മീയ നേതാവായ മാതാ അമൃതാനന്ദമയുടെ വലിയൊരു ഭക്തനായി മാറുകയും ചെയ്ത സലിംകുമാറിന്റെ ജീവിതം ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സലിംകുമാർ എന്ന പേരിന് പിന്നിലും സാമൂഹിക പ്രസക്തിയുള്ള ഒരു വലിയ ചരിത്രമുണ്ട്, ഒരു കഥയുണ്ട്. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന നായകനായിരുന്ന സഹോദരൻ അയ്യപ്പൻ്റെ വലിയൊരു അനുയായിയും യുക്തിവാദിയുമായിരുന്നു സലിംകുമാറിൻ്റെ പിതാവ് ഗംഗാധരൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സഹോദരൻ അയ്യപ്പൻ്റെ ആദർശത്തിൽ അദ്ദേഹം ആകൃഷ്ടനായിരുന്നു. ജാതിയും മതവും തിരിച്ചറിയാൻ കഴിയാത്ത പേരുകൾ മക്കൾക്കിടുക എന്നത് കാലത്ത് ഈ ആശയങ്ങൾ പിന്തുടർന്നിരുന്ന ചെറുപ്പക്കാരുടെ ഒരു രീതിയായിരുന്നു. അങ്ങനെ ഒരു ഈഴവ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച സലിംകുമാറിന് സമൂഹത്തിലെ ജാതി വേർതിരിവുകൾക്കെതിരെയുള്ളൊരു സമരം എന്ന വണ്ണം പിതാവ് നൽകിയ പേരായിരുന്നു സലിം. എന്നാൽ ഈ പേരുമായി ചിറ്റാട്ടുകര LP സ്കൂളിൽ ചേരാൻ ചെന്നപ്പോഴാണ് കഥ മാറിയത്. സലിം എന്നതൊരു മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് പറഞ്ഞ് സ്കൂൾ അധികൃതരും അധ്യാപകരും രംഗത്തെത്തി. തുടർന്ന് അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണ് പേരിനൊപ്പം കുമാർ കൂടി ചേർത്തത്. സ്കൂളിൽ ചേരും വരെ താൻ മുസ്ലിം ആയിരുന്നുവെന്നും അതിനുശേഷമാണ് വിശാല ഹിന്ദുവായതെന്നും അധ്യാപകർ പേരിനൊപ്പം കുമാർ ചേർത്ത് തന്നെ ഹിന്ദുവാക്കിയെന്നുമായിരുന്നു സലിംകുമാർ തന്നെ പിന്നീട് തമാശയായി പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെത്തിയ ശേഷവും ഈ പേര് കാരണം താൻ മുസ്ലിമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. തുടക്കകാലത്ത് ദൈവവിശ്വാസമില്ലാതിരുന്ന സലിംകുമാർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് മാതാ അമൃതാനന്ദമയുമായി ആഴമേറിയതും വൈകാരികവുമായ ഒരു ആത്മബന്ധത്തിലേക്ക് എത്തിയത്. ഗുരുതരമായ കരൾ രോഗം ബാധിക്കുകയും അമൃത ആശുപത്രിയിൽ വലിയൊരു ഓപ്പറേഷന് വേണ്ടിവരികയും ചെയ്ത സമയത്ത് താൻ സഹായിച്ചിട്ടുള്ള അടുത്ത ബന്ധുക്കൾ പോലും കൈവിട്ടപ്പോൾ അദ്ദേഹത്തിന് താങ്ങായി നിന്നത് അമൃതാനന്ദമയായിരുന്നു. ചികിത്സാ സഹായം തേടി ഡോക്ടർമാരുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം അമൃതാനന്ദമയെ കാണാൻ അമൃതപുരിയിൽ ചെല്ലുന്നത്. ആദ്യമായി കാണുന്ന ഒരാളോട് പണം ചോദിക്കാനുള്ള മടികൊണ്ട് അമൃതാശുപത്രിയിലെ രജിസ്റ്ററിൽ തന്റെ പ്രായം തെറ്റായി രേഖപ്പെടുത്തിയത് തിരുത്തിത്തരണമെന്നൊരു തമാശ പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച അമൃതാനന്ദമയി പണത്തെക്കുറിച്ച് ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ടെന്നും ധൈര്യമായി ഓപ്പറേഷന് പോയിക്കൊള്ളാനും പറഞ്ഞു. നിന്നെ എനിക്ക് വേണം മോനെ, ധൈര്യമായി പോയി ഓപ്പറേഷൻ ചെയ്യൂ, നിന്നെ എനിക്ക് വേണം മോനെ എന്ന് അമൃതാനന്ദമയി പറഞ്ഞ വാക്കുകൾ സലിംകുമാറിന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ചു. ജീവിതത്തിൽ അന്നുവരെ ആരോടും തോന്നാത്ത അത്രയും സ്നേഹവും ആരാധനയും അവരോട് തോന്നാൻ ഈ വാക്ക് കാരണമാവുകയും അദ്ദേഹം അവരുടെ വലിയൊരു ഭക്തനായി മാറുകയും ചെയ്തു. പിന്നീട് മാനസികമായോ ശാരീരികമായോ വലിയ തളർച്ചയോ വിഷമങ്ങളോ അനുഭവപ്പെടുമ്പോഴെല്ലാം അദ്ദേഹം അമൃതാനന്ദമയെ കാണാൻ എത്താറുണ്ടായിരുന്നു. തൻ്റെ വണ്ടിയിൽ ഡീസൽ തീരുമ്പോൾ വന്ന് അത് നിറച്ചു തിരിച്ചു പോകുന്നത് പോലെയാണ് അമൃതാനന്ദമയെ കാണുന്നതെന്നും നിറഞ്ഞ മനസ്സോടെയാണ് അവിടെ നിന്ന് മടങ്ങാറുള്ളതെന്നും അദ്ദേഹം പല പൊതുവേദികളിലും അനുസ്മരിച്ചിട്ടുണ്ട്. തന്നെയും കുടുംബത്തെയും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത് അമൃതാനന്ദമയാണെന്നും തൻ്റെ മരണം വരെ അവരുടെ ആ മകനായി ജീവിക്കാനാണ് ആഗ്രഹമെന്നും സലിംകുമാർ പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദത്തിൽ നിന്നും ആത്മീയതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം അദ്ദേഹം തന്നെ പല വേദികളിലും സംസാരിച്ചിട്ടുമുണ്ട്.